ഹായ്, ഞങ്ങളിന്ന് പുതിയൊരു ചാനൽ തുടങ്ങുകയാണ്. ചാനലിൻ്റെ പേര് വില്ലേജ് ഹോം മെയ്ഡ് ഫുഡ് ചാനൽ എന്നാണ്. ഓക്കെ, ഞാനും എൻ്റെ വൈഫും 2 മക്കളുമായിട്ടാണ് ഈ ചാനൽ തുടങ്ങുന്നത്. ഇതിൽ ഫുഡ് വീഡിയോസാണ് കൂടുതൽ ഇടാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് കുനാഫ എന്ന് പറയുമ്പം അറിയാമല്ലോ, കുനാഫ കേക്കാണ്. പിസ്താഷ്യൂ കുനാഫ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് പിസ്താഷ്യൂ ആണ് ഇതായിരിക്കുന്നത്. അടുത്തതായി ന്യൂട്ടെല്ല, അടുത്ത പിസ്ത, അടുത്ത ആവശ്യമായിട്ടുള്ളത് കുനാഫയാണ്. കുനാഫയുടെ വർമ്മസെല്ലി, ഇതാണ് ആ സാധനം. പിന്നെ കേക്ക്, വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ്. ഇത്രയാണ്. ഫസ്റ്റ് ബട്ടർ നമ്മൾ എടുക്കുകയാണ്. ബട്ടർ എടുത്തിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൽ മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്. ബട്ടർ എടുത്ത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണ്. ബട്ടർ ഇല്ലാത്തവർക്ക് നെയ്യായാലും മതി. 6 kg നെയ്യ് ഉണ്ടല്ലോ, അതായാലും മതിയാവും. നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. നന്നായിട്ട് മെൽറ്റായിട്ട് ഇതിൻ്റെ വർമ്മസെല്ലി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. കുനാഫ വർമ്മസെല്ലിയാണ്. ഇത് സാധാ നമുക്ക് പായസത്തിനുള്ള വർമ്മസെല്ലിയല്ല, ഇത് കുനാഫ വർമ്മസെല്ലിയാണ്. നന്നായിട്ട് പൊടിച്ചിട്ടാലും കുഴപ്പമില്ല. നമ്മൾ ഇതിൽ കൂടെ കുറച്ച് പിസ്തയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുനാഫ വർമ്മസെല്ലിയിൽ കുറച്ച് പിസ്തയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം ഇനി ഇത് മതിയാവും. ഇത് ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കുകയാണ്. അടുത്തതായി നമുക്ക് ഇതിനുള്ള കേക്ക് എടുക്കും. കേക്കിൻ്റെ പുറം വന്നിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. കുനാഫ കേക്കിനുള്ള സ്പോഞ്ചാണ് ഇത്. കുനാഫ കേക്ക് ഉണ്ടാക്കാനുള്ള സ്പോഞ്ച് കേക്ക്. അത് നമ്മൾ സെയിം വൈറ്റ് ഫോറസ്റ്റിന് എടുക്കുന്ന കേക്കാണ്. അതിൻ്റെ അടിയും പുറവും കട്ട് ചെയ്ത് മാറ്റും. പിന്നെ സൈഡും 2 പീസാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഈ ബോക്സ് എന്ന് പറയാൻ ക്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ്. അതിലോട്ട് നമ്മളിതിനെ കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇത് പഞ്ചസാര ചൂടാക്കിയതാണ്. ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, മധുരത്തിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. ഇതിലോട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നല്ല ടേസ്റ്റ് കിട്ടുന്നു. അതിന് മാറ്റി ഇതിലോട്ട് പിസ്താഷ്യൂ ചേർക്കുകയാണ്. പിസ്താഷ്യൂ
ഇത് നമ്മളെ ഫ്രഷ് ക്രീമാണ്. ക്രീമിന് കൂടെ കുറച്ച് പിസ്താഷ്യൂവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കുറച്ച് പിസ്തയുടെ ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം കുനാഫ നോക്കിയതിലോട്ട് ക്രഷ് ചെയ്ത പിസ്ത അതിൽ ആഡ് ചെയ്യണം. കുറച്ച് നന്നായിട്ട് പൊടിച്ചാണ്. കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇതാ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. സെറ്റായത് 4 നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലോട്ടൊന്ന് വയ്ക്കും. ഫ്രിഡ്ജിൽ വയ്ക്കും. കുറച്ച് നേരം 1 മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും. 1 മണിക്കൂറിന് തണുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കുനാഫ. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തണുക്കാൻ വെച്ചിട്ട് എടുത്താണ്. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. സെറ്റായിരിക്കണ്ടേ. നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയാണ്.